ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? ഇതിൽ നിന്ന് കുറച്ച് ചമ്മന്തിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇതുപോലെ ചാലിച്ചെടുത്താൽ രാവിലെ നമുക്ക് ഇഡ്ഡലിയിൽക്കോ ദോശയിൽക്കോ രണ്ടിൻ്റെയും കൂടെ ഒരുപോലെ പോകുന്നൊരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. രാവിലെ തന്നെ മക്കൾ പോണ ആ തിരക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ചായയുടെ കടിയിലേക്ക് കറി ഉണ്ടാക്കി ചെയ്യുക, അവർക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടി ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ചമ്മന്തിപ്പൊടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മുതിര വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുതിര വെച്ചിട്ട് ചമ്മന്തി പൊടി ഒന്നും മുഴുവനും കണ്ടിട്ട് പോയാൽ മതി, അടിപൊളിയാണ്. നമുക്കിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 3/4 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്, ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് അത്ര ഒന്നും വേണ്ട കേട്ടോ, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുന്ന് വെച്ചതാണ്. പിന്നെ ഇതിൽ ചെറിയൊരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. ഇനി കായപ്പൊടി വേണം, അപ്പോൾ അത് കായപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി വേണം, അപ്പോൾ അത് കറിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അരി വേണം, അപ്പോൾ ഞാൻ കുറച്ചധികം അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മക്ക് അരിമണി കൂട്ടിയിട്ട് ചായ കുടിക്കണം എന്ന് പറഞ്ഞു, അപ്പോൾ എന്തായാലും വറക്കല്ല, അപ്പോൾ ഇന്ന് കുറച്ചും കൂടി എടുക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അത്ര അരിമണി വേണ്ട കേട്ടോ, നമുക്ക് അതിൻ്റെ കുറച്ച് മതി. പിന്നെ ഇതെന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ, വെള്ള എള്ളാണ്. വെള്ള ആയാലും കറുപ്പായാലും കുഴപ്പമില്ല. എൻ്റെ വെള്ളയിൽ കുറച്ച് കറുപ്പും കൂടി കൂടിയിട്ടുണ്ട്, രണ്ടും കൂടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കവർ കൊടുക്കാൻ. അപ്പോൾ അത് പൊട്ടിയിട്ടൊന്നും ആയതാണ്, അതൊന്നും കുഴപ്പമില്ല. നമുക്കിതെല്ലാം കൂടിയിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാ ഉണക്കമുളക്, ഉഴുന്ന്, പിന്നെ ഇതാ മുതിര, അരി, സാമ്പാർ പരിപ്പ്, കുരുമുളക്, കറിവേപ്പിൻ്റെ ഇല, കായം. അപ്പോൾ ഇത്രയൊക്കെ വേണ്ടത് കേട്ടോ. നമ്മൾ പുളിയൊന്നും ഇടുന്നില്ല, ചമ്മന്തിപ്പൊടിയാണല്ലോ. ഇഡലിയിൽക്കും ദോശയിൽക്കും ആയ കാരണം ഞാനിതിൽ പുളി ഇടുന്നില്ല കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി ആദ്യം അരി വറുത്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി 2-3 ദിവസം വെയിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ വെയിലത്തിട്ട് ഉണക്കി എടുത്തതാണ്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന സമയത്തൊന്നും കഴുകിയിട്ട് വറക്കാൻ നിൽക്കണ്ട, അപ്പോൾ നമുക്ക് വേഗം പൂത്ത് വരും. അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ഇതൊക്കെ കഴുകിയിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി. ഇനി അരി നമ്മൾ അരിമണിയൊക്കെ വറുത്തെടുക്കില്ലേ, അപ്പോൾ അതുപോലെ നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതാ അരിമണിയായി. അപ്പോൾ അത് കോരിയെടുക്കുക. ഇങ്ങനെ പൊട്ടണൊരു സൗണ്ട് കേൾക്കുമല്ലോ, അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ അരിമണി ആയി എന്നുള്ളത് അറിയുക. അപ്പോൾ ഇതാ ഇത് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിമണിയൊക്കെ കോരിയെടുത്തു. അതേ ചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ മുതിരയും കൂടി ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ മുതിരി ഞാൻ മുന്നേ കഴുകി വരച്ചിട്ട് അതിൽ കല്ലൊക്കെ കളഞ്ഞിട്ട് ഉണക്കി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ അതിൻ്റെ പച്ചമണം മാറി നല്ല റോസ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ തന്നെ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കല്ല, വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറക്കണ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടണ സൗണ്ട് നമുക്ക് കേൾക്കും. ആ ഒരു സമയമാകുമ്പോഴാണ് ഇതായി എന്നുള്ളത് അറിയുക. അപ്പോൾ അതും ഒരു പാത്രത്തിലേക്ക് കോരി എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് പരന്ന പാത്രത്തിലേക്കാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. ഇനി ഇതാ ഉഴുന്നും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നമ്മൾ മുതിര എടുത്തതിൻ്റെ പകുതിയാണ് കേട്ടോ. മുതിര എത്ര എടുക്കണത് അതിൻ്റെ പകുതി, ഉഴുന്ന് പരിപ്പ് എല്ലാം അതിൻ്റെ പകുതിയായിട്ട് എടുത്താൽ മതി. അപ്പോൾ അതാ ഉഴുന്നും നന്നായി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കോരി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് പരിപ്പാണ്. അപ്പോൾ പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്, കടലപ്പരിപ്പൊന്നല്ല. പരിപ്പൊക്കെ ഒന്ന് പകുതി ആയതിൻ്റെ ശേഷം ഞാൻ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. അത് കറുപ്പായാലും കുഴപ്പമില്ല, നമ്മളെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. വെള്ളം ആണെങ്കിൽ ഒന്നും കൂടി കളറിനൊരു വ്യത്യാസം വരും. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഇട്ട് കൊടുക്കുക, അത് കറുപ്പായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കറിയാമല്ലോ എരിവിന് ആവശ്യത്തിലുള്ള കുരുമുളകും ഉണക്കമുളകാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ആയതിൻ്റെ ശേഷം അതും കൂടിയും കോരി എടുക്കുക. ഇനി വേണ്ടത് നമുക്ക് ഉണക്കമുളകാണ്. അപ്പോൾ അത് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഉണക്കമുളക് ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മുളകിൻ്റെ ഒരു മണവും നല്ലൊരു ടേസ്റ്റാണല്ലോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണക്കമുളക് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണമാണ്, അത് കാരണമാണ് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഉണക്കമുളക് കായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് കറിവേപ്പിൻ്റെ ഇല, അതും ഒഴിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ് കേട്ടോ, ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് വെച്ചാൽ നാശമാവില്ല. അപ്പോൾ അത് കണ്ടില്ല, കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരണം. അപ്പോൾ അതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് വരി തന്നെ വേണം. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ അതും കോരി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മക്കൾക്ക് കൊടുത്തയക്കാനും ഗൾഫിൽ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നോട്ടെ, നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആകെയുള്ള പണി ഇതൊന്ന് വറുത്തെടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതും ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരികയാണെങ്കിൽ ആ ചട്ടിയിലിട്ടിട്ട് തന്നെ എല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ അതൊന്ന് കഴുകി ഉണക്കണം. അത് വെയിലുള്ള സമയത്ത് ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായി ഉണങ്ങി വരും. ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ 1 മാസത്തിലും കൂടുതൽ ഇരിക്കും കേട്ടോ. അത്രയൊക്കെ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ടുള്ളൂ, കൂടുതലായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ ദിവസങ്ങൾ പറയാൻ പറ്റില്ല. എന്തായാലും 1-1.5 മാസത്തോളം വീട്ടിലിരുന്നിട്ടുണ്ട് കേട്ടോ. പുറത്ത് തന്നെയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ. നമ്മളിതിൽ നാളികേരം ഒന്നും കൂട്ടണില്ലല്ലോ, അത് കാരണം കുറേ ദിവസം കേട് വരാതിരിക്കും. അപ്പം ഞാൻ അരിമണി മാറ്റി വെക്കേണ്ട ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പം അത് കൊണ്ടുപോയിട്ടു. പക്ഷേ ഒരു സൈഡിലായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സൈഡിൽ നിന്ന് കുറച്ച് അരിമണി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നാളികേരം കൂട്ടിയിട്ട് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എന്നും 4 മണിക്ക് അരിമണി ചായ ആയിട്ട് ഉണ്ടാവാറ്. മിക്ക ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ഉണ്ടാവാറ്. എല്ലാവരും കൂടി തറവാട്ടിലുള്ളപ്പോൾ ചായയുടെ കടി അന്നൊന്നും അങ്ങനെ കൂടുതലായിട്ട് ബേക്കറി ഒന്നും മേടിക്കില്ലല്ലോ. അന്നും എന്നുണ്ടായിരുന്ന സാധനം ഇപ്പോൾ വല്ലപ്പോഴാണ്. നമ്മൾ പെരുന്നാളിനൊക്കെ ഉള്ള പോലെയാണ് ഇപ്പോൾ അരിമണിയും ചായയൊക്കെ കുടിക്കുക.
അപ്പോൾ ആ ഒരു പൂതിക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ ഉമ്മാക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല. മുതിരൊക്കെ നന്നായി പൊടിഞ്ഞ് വരും. അപ്പോൾ അതാ പൊടിച്ച് വെച്ചിട്ടുണ്ട്. മുതിരൊക്കെ പൊടിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തടി കുറയണവർക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് മുതിര. അപ്പോൾ ഇത് തരിതരിപ്പില്ലാതെ പൊടിച്ചെടുത്താൽ മതി. ഉണക്കമുളക് എന്തായാലും പൊടിക്കുമ്പോൾ ചെറുതായിട്ട് തരിതരിപ്പ് ഉണ്ടാവും, അത് കുഴപ്പമില്ല. മുതിരൊക്കെ നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് വരും കേട്ടോ. നമ്മൾ നന്നായിട്ട് മുരിപ്പിച്ചിട്ട് എടുത്ത കാരണം അങ്ങനെ അതെല്ലാം നന്നായി വറുത്തെടുത്താലാണ് ആ ഒരു പച്ചമണവും പിന്നെ ആ പച്ചയുടെ ടേസ്റ്റ് മാറി വരുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു സമയത്ത് ഉപ്പ് ഇടുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ചമ്മന്തിപ്പൊടി ചാലിക്കണ സമയത്ത് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയല്ലേ, അപ്പോൾ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പല്ലാത്ത കാരണമാണ് കേട്ടോ ആ സമയത്ത് വറക്കണയിൽ ഇടാഞ്ഞ്. കല്ലുപ്പാണെങ്കിൽ നമുക്ക് ആ വറക്കണ സമയത്ത് കല്ലുപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചാലിക്കണ സമയത്ത് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതാ കായപ്പൊടി, അപ്പോൾ അതാ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, അധികം ഒന്നും ഇടണ്ട. കായത്തിൻ്റെ കുത്ത് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കണ്ട, നമുക്ക് ചെറുതായിട്ടൊരു ടേസ്റ്റ് മാത്രം വന്നാൽ മതി. അത് കാരണം കുറച്ച് കായം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. നമുക്ക് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും എരിവൊക്കെ നോക്കി നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, നല്ല എരിവ് വേണ്ട, എന്നാൽ അത്യാവശ്യത്തിന് എരിവ് വേണം. അപ്പോൾ ആ ഒരു ഇതിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഇട്ട ഉണക്കമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 5-6 ഇട്ടത്. അപ്പോൾ എരിവ് കുറവൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുത്തോളൂ കേട്ടോ. ഇനി ഇതാ ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് ആക്കി വെക്കണത്. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ പാത്രം ഉള്ളത് അതിൽ വേണമെങ്കിൽ നന്നായിട്ട് അടച്ച് മൂടി വെച്ചാൽ മതി. പിന്നെ വെള്ളമുള്ള സ്പൂൺ കൊണ്ടൊന്നും എടുക്കരുത്, അത്രക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് 2 കുപ്പിയിലേക്കുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മുട്ടലയുടെ കുപ്പിയാണ്, അപ്പോൾ അതിലാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതുവരെയായിട്ടും വീഡിയോ ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എന്തായാലും പുതിയ വീട് വെക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാമല്ലോ. ഇപ്പോൾ വെറുതെ മേടിക്കേണ്ടല്ലോ വിചാരിച്ച് നമ്മളുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. ഇപ്പോൾ ഇതിനായിട്ട് കുറേ കാശ് ചിലവാക്കിയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് അതിൻ്റെ ഇതൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. നമുക്ക് ഉള്ളത് വെച്ചിട്ട് ചെയ്യാം, അത്രയല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എന്തായാലും കുറേ സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ ആ സമയത്ത് മേടിക്കുക, ഇപ്പോൾ മേടിച്ചിട്ട് വെറുതെ കാശ് കളയണ്ടല്ലോ. അപ്പോൾ അതാ കുറച്ച് ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത്ര അധികം ഒന്നും വേണ്ട, അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര അധികം ഒന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ചമ്മന്തിപ്പൊടി. അപ്പോൾ ഇനി മുതിരൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മുതിരൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കിക്കോളൂ, അടിപൊളിയാണ്, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.